ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഒടുവിലത്തെ അധ്യായം, ഒടുവിലത്തെ വാക്യം നമുക്ക് വായിക്കാം. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. നീ എഴുന്നേറ്റ് വരും. ഭാവികാലത്തെക്കുറിച്ച് പറയുകയാണ്. ഇതുവരെ പറഞ്ഞത് എഴുന്നേറ്റ് പണിയുക, എഴുന്നേറ്റ് തിന്നുക, എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. ഇങ്ങനെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലതെല്ലാമാണ് വേദപുസ്തകത്തിൽ നാം കണ്ടത്. എന്നാൽ ഇപ്പോൾ അവസാനം പറയുകയാണ്, നീ എഴുന്നേറ്റ് വരും. ദാനിയേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്. ദാനിയേൽ പ്രവാചകൻ അന്ന് ബാബിലോണിയൻ ചക്രവർത്തിയായി നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയ അടിമകളിൽ ഒരാളായിരുന്നു. ബാബേൽ രാജാവിൻ്റെ അടിമയായിരുന്നു ദാനിയേൽ. ദാനിയേൽ ഇസ്രായേൽ വംശത്തിലുള്ളവനാണ്. യെരൂശലേമിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്നവനാണ്. പക്ഷേ ആ ബാബേൽ ചക്രവർത്തി പിടിച്ചുകൊണ്ടുപോയതിൽ ഒരാളായ ദാനിയേൽ ദൈവത്തോടുകൂടെ നിന്നു, ദൈവത്തിൽ ഉറച്ചു നിന്നു, നല്ല ഭയഭക്തിയോടുകൂടി ദൈവത്തെ ആരാധിച്ചു പോന്നു. ആ ദൈവത്തെ നമസ്കരിച്ചാൽ, നെബൂഖദ്നേസർ രാജാവിനെ അല്ലാതെ വേറെ ആരെങ്കിലും നമസ്കരിച്ചാൽ കൊന്നുകളയുമെന്ന് കൽപ്പന പുറപ്പെട്ടു. ദാനിയേലിനെ കൊന്നുകളയുമെന്നല്ല, ആര് വേറെ ഒരു ആരാധനയായിട്ട് തുടങ്ങിയാൽ അവനെ കൊന്നുകളയുമെന്ന് വലിയ കൽപ്പനയായിരുന്നു. പക്ഷേ ദാനിയേലിനൊരു പേടിയുണ്ടായില്ല. ദാനിയേൽ യെരൂശലേമിൻ്റെ നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദാനിയേൽ ദൈവഭക്തനായിരുന്നു. ദാനിയേൽ വിശുദ്ധനായിരുന്നു. ഒരു കാരണവശാലും തന്നെ അശുദ്ധമാക്കുകയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചവനായിരുന്നു. നെബൂഖദ്നേസർ രാജാവിൻ്റെ രാജ്യത്തിൽ അശുദ്ധി പ്രവർത്തിക്കത്തക്കമുള്ളതായ സാഹചര്യങ്ങൾ പലതുണ്ടായെങ്കിലും ദാനിയേൽ ആ തിന്മകളിൽ ചെന്ന് പെട്ടില്ല. വേദപുസ്തകത്തിലെ ദാനിയേൽ, യൗസേപ്പ് എന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഏറ്റവും പൂർണ്ണമായി വിശുദ്ധിയിൽ തിളങ്ങി നിൽക്കുന്നത്. ദാനിയേൽ തിന്മയിലേക്ക് പോയില്ല. ബാബിലോണിയായിലെ അശുദ്ധിയിലൊന്നും പങ്കാളിയായില്ല. ദാനിയേൽ തീരുമാനിച്ചു, ഒരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. 1-ാം അധ്യായം ദാനിയേൽ 1:12 വായിക്കുമ്പോൾ അങ്ങനെ കാണാം. ഒരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ബാബിലോണിയൻ ചക്രവർത്തിയുടെ അടിമത്തത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, വിദേശത്ത് കഴിയുമ്പോൾ തന്നെ ദാനിയേൽ ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ വീട്ടുകാരിൽ നിന്ന് അകലെയാണ്, സ്വന്തക്കാരിൽ നിന്ന് അകലെയാണ്, ദൂരെ ദൂരെ പാർക്കുകയാണ്. പക്ഷേ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ളവരെന്നെ കാണുന്നില്ല, എൻ്റെ മാതാപിതാക്കൾ എന്നെ കാണുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ കാണുന്നില്ല. പക്ഷേ എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ദുഃഖിക്കാൻ ഞാൻ ഇടവരുത്തുകയില്ല. യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അങ്ങനെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് ചില അനുഗ്രഹങ്ങൾ ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. അനുഗ്രഹങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ കാണാം. ദാനിയേൽ പേർഷ്യൻ സാമ്രാജ്യത്തിൽ 120 സംസ്ഥാനങ്ങളുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിൽ ദാനിയേൽ 3 പ്രസിഡന്റുമാരുള്ളതിൽ ഒന്നാമനായി ദാനിയേൽ വിളങ്ങി. ബാബിലോണിയൻ സാമ്രാജ്യത്തിന് ശേഷം വന്ന പേർഷ്യൻ സാമ്രാജ്യത്തിൽ ദാനിയേൽ വിളങ്ങി.
ദാനിയേൽ പ്രക്ഷോഭിച്ചു. 3 പ്രസിഡന്റ്മാരുണ്ടായിരുന്നു. 120 സംസ്ഥാനങ്ങൾക്ക് 120 ഗവർണേഴ്സ് ഉണ്ടായിരുന്നു. ആ 120 ഗവർണേഴ്സിൻ്റെ മീതെ 3 പ്രസിഡൻസ് ഉണ്ടായിരുന്നു. 3 പ്രസിഡന്റ്മാരിൽ ദാനിയേൽ ഒരുവനായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കാണാം ദാനിയേൽ വാസ് ഫസ്റ്റ് among the 3. 3 പേരിൽ ഒന്നാമനായിരുന്നു. ഒരു അടിമ യുവാവ് വളർന്ന് വിദേശ രാജ്യത്ത് ഏറ്റവും പ്രശോഭിതമായ വളരെ ശ്രേഷ്ഠമായ പദവി അവൻ അലങ്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിന് ശത്രുക്കളുണ്ടായിരുന്നു. പക്ഷേ ദാനിയേൽ അവിടെയൊന്നും വീഴാതെ തന്നെ കാത്തു. ദൈവം ദാനിയേലിനെ സൂക്ഷിച്ചു. ദാനിയേൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദാനിയേൽ പ്രവചിച്ചു. വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രവചനമുള്ളത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ്. ഇനി ആൻറ്റി ക്രൈസ്റ്റ് ഭരിക്കുന്ന കാര്യവും ഇന്നത്തെ സിറിയ അരാം രാജ്യം എന്ന് പറയും, ഇന്നത്തെ സിറിയയും ഇന്നത്തെ ഈജിപ്റ്റ് മിസ്രയും തമ്മിലുണ്ടാകുന്ന യുദ്ധങ്ങളും എല്ലാം ദാനിയേൽ മുൻകൂട്ടി പ്രവചിച്ചു. ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യങ്ങളെല്ലാം ദാനിയേൽ മുൻകൂട്ടി പറഞ്ഞു. ദാനിയേൽ പ്രവാചകൻ 3 ലോകമഹായുദ്ധത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു. 11 അധ്യായം വായിക്കുമ്പോൾ കാണാവുന്ന ഇപ്പോൾ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദാനിയേൽ പ്രവചനം 11 അധ്യായത്തിൽ വലിയൊരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭയങ്കരമായ യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞ് പിന്നെ അന്തിക്രിസ്തു എന്ന് പറയുന്ന എതിർ ക്രിസ്തു ആൻറ്റിക്രൈസ്റ്റ് അവൻ വെളിപ്പെടുന്നതും അവൻ്റെ ഭരണത്തിൻ്റെ ഭയങ്കരമായ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അത് 11 അധ്യായത്തിൽ ചില ഭാഗത്ത് കാണാം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കും. ദേവാലയത്തിൽ മ്ലേച്ഛതയോ പാടില്ലായിരുന്നു, ദേവാലയത്തിൽ തിന്മയോ പാടില്ലായിരുന്നു. പക്ഷേ ആ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദേവാലയത്തിൽ നടക്കുന്നൊരു കാലം വരുമെന്ന്. ഇന്നും ഒരുപക്ഷേ നമ്മുടെ മദ്ബാഹയുടെ പിറകിൽ മദ്ബാഹയുടെ പിറകിലെ ചുമരിൽ പുറത്തു നിന്ന് പൊത്തുണ്ടാക്കി അതിനകത്ത് മദ്യക്കുപ്പി വെച്ചിരിക്കുന്ന ശുശ്രൂഷക്കാരുണ്ട്. ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. മദ്യക്കുപ്പി അവിടെ ഒളിച്ചു വെച്ചിട്ട് പെസഹ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ആരും കാണാതെ കുർബാന കഴിഞ്ഞ് കുർബാന കൊടുക്കുന്ന സമയത്ത് പാട്ട് പാടിക്കൊണ്ട് നിൽക്കുന്ന ശുശ്രൂഷക്കാർ പിറയിൽ ചെന്ന് മുറ്റത്തുകൂടി ചെന്ന് പിറയിൽ ആ പൊത്തിൽ നിന്ന് മദ്യക്കുപ്പി എടുത്ത് കുടിച്ചിട്ടാണ് പിന്നെ വന്ന് പാട്ട് പാടുന്നത് ആളുകൾ പെസഹാഘോഷത്തിന് വരുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് കക്ഷി വൈരാഗ്യ മുഖത്ത് മദ്ബായിൽ കയറി മെഴുതിരിക്കാരെടുത്തടിക്കുന്ന കൂട്ടരുണ്ട്. ഒക്കെ നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. മദ്ബായിലേക്ക് ഓടിക്കയറി കയ്യിലുണ്ടായിരുന്ന കുറുവടിയില ഒടിഞ്ഞു പോയപ്പോൾ പിന്നെ അടിക്കാൻ വടിയില്ലാത്തതുകൊണ്ട് പോയി മെഴുതിരിക്കാലെടുത്തുകൊണ്ടുവന്ന് അടിക്കുന്ന ആളുകളുണ്ട്. മനുഷ്യരിന്ന് ബോധമില്ലാത്തതുപോലെ എന്തെല്ലാം തിന്മകളാണ് പോകുന്നത്. അങ്ങനെ ഏറ്റവും ഹീനമായ അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന ആ കാലത്ത് ദാനിയേൽ ഒരാൾ വിശുദ്ധനായി നിന്നു. ഒറ്റയ്ക്കൊരാൾ വിശുദ്ധനായി നിന്നു. അത് വലിയ ചലഞ്ചാണ്. മുഴുവൻ അഴിമതിയും തിന്മയും നടക്കുന്ന ഈ ലോകത്ത്, അശുദ്ധി നടമാടുന്ന ഈ ലോകത്ത്, എല്ലാ വൃത്തികേടുകളും നടക്കുന്ന ഈ ലോകത്ത് ഒരു വിശുദ്ധനായി നിൽക്കുമെന്ന് തീരുമാനിക്കാനും അത് പാലിക്കാനും സാധിക്കുന്നത് മഹത്തായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കുമോ? ദാനിയേലിന് സാധിച്ചു. ഏതെല്ലാം അശുദ്ധമായ കാര്യങ്ങളവിടെ നടന്നെങ്കിലും അതിലൊന്നിലും കുടുങ്ങാതെ, അതിലൊന്നിലും വീഴാതെ ദാനിയേൽ ഉറച്ചു നിന്നു. ദാനിയേൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് നിന്നു. എതിർപ്പുകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ദാനിയേലിനെ സിംഹഗുഹയിലേക്ക് എടുത്ത് എറിഞ്ഞു കളഞ്ഞു. സിംഹങ്ങൾ ദാനിയേലിനെ തൊട്ടില്ല. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് സിംഹങ്ങളുടെ വായ അടച്ചു പിടിച്ചു. ദാനിയേലിനെ തൊടാൻ സിംഹങ്ങൾ തയ്യാറായില്ല. അത്രമാത്രം വലിയ അത്ഭുതങ്ങൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ നടന്നു. ദാനിയേൽ പ്രവചിച്ചു, വരുംകാല കാര്യങ്ങൾ പ്രവചിച്ചു. പ്രവചനങ്ങളുടെ ഒടുവിൽ 12 അധ്യായത്തിൽ ദാനിയേൽ തന്നെ പറയുന്നുണ്ട്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കുമെന്ന്. എന്തൊരു മനോഹരമായ വാക്യമാണത്. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രം പോലെ പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു വിശുദ്ധനായി നിന്നുകൊണ്ട് ആരെങ്കിലും നീതിയിലേക്ക് തിരിക്കാൻ സാധിക്കുമോ? അതൊരു മഹാഭാഗ്യമാണ്. അത് വലിയ പ്രതിഫലമുണ്ട്. ദാനിയേൽ വരുംകാലത്തെ കാര്യങ്ങൾ പ്രവചിച്ചു. ഒടുവിലത്തെ വാക്യത്തിൽ പറയുന്നു, നീ എഴുന്നേറ്റ് വരും. എന്തിന്? കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ. നിനക്കൊരു ഷെയർ വെച്ചിട്ടുണ്ട്. സ്വർഗ്ഗത്തിൽ ദൈവം പറയുകയാണ്, മോനെ, നീ ഇത്രയും കാലം നീ വേല ചെയ്തല്ലോ. ഇത്രയും കാലം നീ ഒട്ടും കൂസലില്ലാതെ വിശുദ്ധി പാലിച്ചുകൊണ്ട് നീ എൻ്റെ വേല നീ ചെയ്തല്ലോ. ഇത്രയും കാലം നീ വിശുദ്ധനായി നിന്നുകൊണ്ട് എൻ്റെ വേല നീ ചെയ്തല്ലോ. നിനക്ക് ഞാൻ പ്രതിഫലം വെച്ചിട്ടുണ്ട്. നിനക്ക് ഒരു ഷെയർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൻ്റെ സ്വത്തിൻ്റെ ഷെയർ മോന് വെച്ചിട്ടുണ്ട് എന്ന് നിനക്ക് ഞാൻ ഓഹരി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴല്ല നിനക്ക് തരുന്നത്,
കാലാവസാനത്തിങ്കൽ, ലോകത്തിൻ്റെ അവസാനത്തിങ്കൽ, കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഇപ്പോൾ തൽക്കാലം നീ മരണത്തിലേക്ക് പോയിക്കൊള്ളൂ. നീ മരിച്ച നീ ശവക്കുഴിയിലേക്ക് പോകും. ശവക്കുഴിയിൽ നിന്ന് നീ എഴുന്നേറ്റ് വരുന്നൊരു ദിവസമുണ്ട്. നീ എഴുന്നേറ്റ് വരും. പ്രിയപ്പെട്ടവരെ, പുനരുത്ഥാനം എന്ന് പറയുന്നത്, ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് ഓരോ മനുഷ്യനും അത് നേടാൻ ആഗ്രഹിക്കേണ്ടതാണ്. ഒന്നാമത്തെ പുനരുത്ഥാനമുണ്ട്, രണ്ടാമത്തെ പുനരുത്ഥാനമുണ്ട്. അല്പം വിശദമായി പറയേണ്ട കാര്യമാണത്, വരാനിരിക്കുന്ന കാര്യമാണ്. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകും, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. നാം എല്ലാവരും. ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് നാം നനച്ചിരിയാത്തൊരു സമയത്ത്, ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത്, നാം ആഗ്രഹിക്കാത്ത സമയത്ത് മരണം നമ്മെ പിടികൂടും. മരിച്ചു, ആരെല്ലാം കൊണ്ടെന്ന് പറഞ്ഞാലും ആർക്കും തടുക്കാൻ ഒക്കുകയില്ല. നാം ഏകനായി വന്നവൻ ഏകനായി അപ്പുറത്തേക്ക് പോകുകയേ പറ്റുകയുള്ളൂ. ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നീ യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. മരണം സുനിശ്ചിതമാണ്. ഒരിക്കൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു. 39 സങ്കീർത്തനം 4 വാക്യങ്ങൾ കാണാം. എൻ്റെ കർത്താവേ, എനിക്ക് എത്ര ആയുസ്സുണ്ടെന്ന് പറഞ്ഞു തരാമോ ചോദിക്കുകയാണ്. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വരെ നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, മനുഷ്യൻ ധനം സമ്പാദിക്കുന്നുണ്ട്. ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ഇന്ന് നാം പണത്തിന് വേണ്ടി ബന്ധപ്പെട്ട് ഓടുന്നു. നാം എങ്ങനെയെങ്കിലും രൂപ ഉണ്ടാക്കാൻ ബന്ധപ്പെടുന്നു. കൈക്കൂലി വാങ്ങിയാണെങ്കിലും, അഴിമതി നടത്തിയാണെങ്കിലും, അഴിമതി കൂട്ടു നിന്നാണെങ്കിലും, തിന്മ പ്രവർത്തിച്ചാണെങ്കിലും രൂപയ്ക്ക് വേണ്ടി നാം ബന്ധപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഒന്നും കൊണ്ടുപോവുകയില്ല, ഒന്നും ഒക്കയ്ക്ക് കൊണ്ടുപോവുകയില്ല. എല്ലാം വിട്ട് ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ ഒറ്റയ്ക്ക് മരണത്തെ ഞാൻ നേരിട്ടേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെ പോരാൻ ആരുമില്ല. താങ്ങാൻ യേശു ഉണ്ടായിരിക്കണം. അതിവിടെ വെച്ച് യേശുവിനെ പ്രാപിച്ചിരിക്കണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശു ഉള്ളവരായിത്തീരണം. ഇല്ലെങ്കിൽ നഷ്ടമാണ്. യേശു ഇവിടെ വെച്ച് നമ്മുടെ ഹൃദയത്തിൽ വരണം, നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നില്ലെങ്കിൽ തീരാ നഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച്, യേശു ക്രിസ്തുവിൽ ശരണപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാൽ മാത്രമേ നിത്യതയിൽ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്കാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അതാണ് നാം പാടുന്നത്. മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ, മുകിലഴകിന്മേലാഘോഷിതരായിടുന്നു. ദേവാന്മാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടി തങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മൃതരെ ജീവിപ്പിപ്പാൻ, മരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, മൃതരെ ജീവിപ്പിക്കാൻ എഴുന്നള്ളുന്ന രാജാവ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ മൃതർ ഉയർത്തെഴുന്നേൽക്കും. മൃതരെ ജീവിപ്പിക്കാൻ എഴുന്നള്ളുന്ന രാജാവ് മുകിലഴകിന്മേൽ, ആകാശമേഘങ്ങളുടെ ശോഭയിന്മേൽ, മുകിലഴകിന്മേൽ ആഘോഷിതനായി ഇടുന്നു. ആഘോഷത്തോടെ എഴുന്നള്ളി വരും. അപ്പോൾ ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? മരിച്ചുപോയ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയില്ല. നയവാന്മാർ മാത്രം, നീതിവാന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. പരിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാവത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ രാജാധിരാജാവായി ഹൃദയത്തിൽ ലഭിച്ച് ക്രിസ്തുവിനോട് ജീവിക്കുന്നവർ, വിശുദ്ധന്മാർ മാത്രം, നയവാന്മാർ മാത്രം, നീതിവാന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. നയവാന്മാർ തൻ മുൻ കൊമ്പിൻനാദം കേട്ടിട്ട്, കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ മുൻപുള്ള കാഹളനാദം കേട്ടിട്ട് അങ്കി അണിഞ്ഞ്, നീതി വസ്ത്രം ധരിച്ച്, കല്യാണ വസ്ത്രം ധരിച്ച്, ഉത്സവ വസ്ത്രം ധരിച്ച് അങ്കി അണിഞ്ഞ് എതിരേൽപ്പാനായി പോകും. മധുരേ ജീവിപ്പാനെഴുന്നള്ളും രാജാ, മുകിലഴകിന്മേലാഘോഷിതരായി
മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. മറ്റുള്ളവരോ അവർ വീണ്ടും പാതാളത്തിൽ തന്നെ കിടക്കും. അവർ പാതാളത്തിൽ തന്നെ കിടന്നിട്ട് പിന്നീട് അവർ ഉയർത്തെഴുന്നേൽക്കുന്നൊരു ദിവസമുണ്ട്. വലിയൊരു ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കും. വെള്ളസിംഹാസനത്തിൽ ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കും. വെളിപ്പാട് 20-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, വെള്ളസിംഹാസനം ന്യായവിധി. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വെള്ളസിംഹാസനത്തിലെ നീതി ന്യായാധിപതിയായ ദൈവത്തിന് മുമ്പാകെ നിൽക്കും. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഭൂമി മാറിപ്പോയി, ആകാശം മാറിപ്പോയി. ഭൂമി ആകാശം ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ഈ ഭൂമിയും ആകാശവും പിന്നെ കാണുന്നില്ല. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം, മരിച്ച സകലമാന പേരും ആ ബാലവൃദ്ധം, ബാലൻ മുതൽ വൃദ്ധൻ വരെ സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. എല്ലാവരും വന്ന് ഈ അവസാനത്തിന് ന്യായവിധി ദിവസത്തിൽ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്ന ഒത്തവണ്ണം, പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് തക്കവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം. ഓരോ പുസ്തകത്തിലും ഓരോരുത്തരു പേർക്കും പുസ്തകമുണ്ട്. എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അപ്പൻ അറിഞ്ഞില്ല, അമ്മ അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല, മക്കൾ അറിഞ്ഞില്ല, കൂടെ ജോലി ചെയ്യുന്നവർ അറിഞ്ഞില്ല. പക്ഷേ എല്ലാം 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 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ഓർമ്മയുടെ പുസ്തകം എന്നാണ്, സ്മരണയുടെ പുസ്തകം. എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ തുറന്നു. ഓരോരുത്തരുടെ പേരുള്ളതായ പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. എന്നിട്ട് മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മരിച്ചുപോയവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ഓരോരുത്തർക്കും ന്യായവിധി വരുന്നു. ന്യായവിധി പ്രിയപ്പെട്ടവരെ, സമുദ്രവും പാതാളവും എല്ലാം മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സമുദ്രത്തിൽ മരിച്ചുപോയവർ, പാതാളത്തിൽ മരിച്ചു കിടക്കുന്നവർ എല്ലാവരും വന്ന് സിംഹാസനം മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഞാനും നിങ്ങളും നേരിട്ട് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. എത്ര കാലം കഴിഞ്ഞാണെന്ന് അറിഞ്ഞുകൂടാ. ഓരോരുത്തരും നാം നിസ്സാരമായി കാണരുത്. നാം ഓരോരുത്തരും ഇതെല്ലാം നേരിട്ട് കാണേണ്ടി വരും. ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തികൾക്ക് തന്നെ ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഒരിക്കൽ മരിച്ചു, പക്ഷേ ഇപ്പോൾ വീണ്ടും തീപ്പൊയ്കയിലേക്ക് വീഴുന്നത് രണ്ടാം മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കാര്യം ഗൗരവമാണ്. ഒരു ദിവസം മരിക്കും. നാം ഇന്നൊന്നും ചിന്തയില്ലാതെ ജീവിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും പറയുവാൻ ആളില്ല. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ആളില്ല. ഇന്ന് അനേകരും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയൊരു ന്യായവിധി വരാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്. പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു, നീതിയിൽ വിധി ചെയ്യും നീക്കി തുണ ചെയ്യുക രാപകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. ന്യായാധിപതിയായ കർത്താവേ, ന്യായവിധി സ്ഥാനത്തിൽ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവേ, നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ നീക്കി തുണ ചെയ്യുക രാപകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. കരുണ ചെയ്യണമേ, നീയാണ് എൻ്റെ ആശ്രയം. അങ്ങനെ പ്രാർത്ഥിച്ചാലും രക്ഷ കിട്ടണമെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നാം ചൊല്ലുന്നുണ്ട്. പക്ഷേ നാം ഇവിടെ വെച്ച് പാവത്തെ ഓർത്ത് അനുദപിക്കണം. പാവത്തെ ഓർത്ത് അനുദപിച്ചിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ പാവം ക്ഷമിച്ചു തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. നാം കേട്ടല്ലോ, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാവുന്ന യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാവങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും കടും ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ വെണ്മയായിത്തീരും, ഹിമം പോലെ എളുപ്പിക്കും. എത്ര കൊടിയ പാവങ്ങൾ സംഭവിച്ചതാണെങ്കിലും
മനുഷ്യർ അറിഞ്ഞില്ലായിരിക്കും, പക്ഷേ സ്വർഗത്തിൽ ദൈവം അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ പേരിൽ എഴുതപ്പെട്ടതെല്ലാം മാഞ്ഞു കിട്ടണം, കടച്ചിട്ട് ഇവിടെ വെച്ച് തന്നെ കീറി കിട്ടണം. ഈ ഭൂമിയെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കടച്ചിട്ട് കീറി കിട്ടണം. കടച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ പേരിലും കടച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ പേരിലും എല്ലാ പാവങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഈ എഴുതി വെച്ചിരിക്കുന്ന പാവങ്ങളെല്ലാം മാഞ്ഞു കിട്ടണം. എങ്ങനെ മായും? അതിനാണ് ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം, കർത്താവായ യേശുവിൻ്റെ തിരുവിലാവ് തുറന്നൊഴുകിയ രക്തം, കർത്താവായ യേശുവിൻ്റെ പഞ്ചമുറിവുകളുടെ ഒഴുകിയ രക്തം. ആ രക്തം സകല പാപവും കഴുകി നമ്മെ ശുദ്ധീകരിക്കും, എല്ലാം മാറ്റും. ഇവിടെ വെച്ച് അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരണത്തിലേക്ക് നാം വരണം, ശരണത്തിൽ വരണം. ഇവിടെ വെച്ച് പാവം ക്ഷമിച്ചു കിട്ടുന്ന ശരണത്തിൽ വന്നില്ലെങ്കിൽ അന്ന് നാം നിത്യമായ തീപ്പൊയ്യിലേക്ക്, നിത്യമായ നരക ദുരിതത്തിലേക്ക് തള്ളപ്പെടും. അങ്ങനെ ഇവിടെ വെച്ച് ശരണത്തിലാകണമെന്നതിനെ കുറിച്ചാണ് പിതാക്കന്മാർ പാടുന്നത്. ശരണത്താലേ മരണമടഞ്ഞോരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ പലതൊക്കെ പാടുന്നതാണ്. അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? നിന്റെ കൃപയിൽ ശരണത്താലേ വെച്ചാൽ ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട്, കർത്താവിൻ്റെ തിരക്തത്താൽ കഴുകപ്പെട്ട് പാപിയായ മനുഷ്യൻ നീതിമാനായി തീർന്ന്, ഇവിടെ വെച്ച് തന്നെ മാനസാന്തരപ്പെട്ടവനായി തീർന്ന്, ക്രിസ്തു ഉള്ളത്തിൽ വസിക്കുന്നതിനായി തീർന്ന് അങ്ങനെ കടന്നുപോയവർ, അവരെ കർത്താവെ നിൻ്റെ രണ്ടാമത്തെ വരവിൽ അവരെ ശവക്കല്ലറയിൽ നിന്ന് അവരെ ഉദ്യാനത്തിലേക്ക്, ഏതാണ് ഉദ്യാനം? സ്വർഗീയ പ്രതിസായിലേക്ക് അവരെ കൊണ്ടുപോകണമേ എന്ന്, അവരെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം കർത്താവെ അവരെ നിൻ്റെ സ്വർഗീയോദ്യാനത്തിലേക്ക് പ്രതിസായിലേക്ക് സ്വീകരിക്കാൻ തിരുവനസാകണമേ പ്രാർത്ഥിക്കുന്നുണ്ട്. ചെയ്യേണ്ടത് എന്താണ്? ഞാനും നിങ്ങളും ഒരു വ്യത്യാസവുമില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യൻ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ഒരു ദിവസം കടന്നുപോയിട്ട് ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മഹാനഷ്ടമാണ്. ഒടുവിലത്തെ പുനരുത്ഥാനത്തിലാണെങ്കിലും രണ്ടാം പുനരുത്ഥാനത്തിലാണെങ്കിലോ നാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. എല്ലാവരെയും തീപ്പൊയ്യിലേക്ക് തള്ളിയിടുമെന്ന് പറയുന്നു. ഈ തീപ്പൊയ്യുക രണ്ടാമത്തെ മരണമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദാനിയേലിനോട് കർത്താവ് പറയുകയാണ്, ദാനിയേലേ നിന്റെ ശുശ്രൂഷ ഇപ്പോൾ മതിയായി, മതിയാക്കുക. നീ ഇത്രയും നാളും ഓടി നടന്നില്ലേ? മതി. നീ ഇത്രയും നാൾ നീ ശുശ്രൂഷ ചെയ്തില്ലേ? സന്തോഷം. നീ ഇത്രയും നാൾ എൻ്റെ വചനം പറഞ്ഞില്ലേ? വളരെ സന്തോഷം. നീ ഇത്രയും നാൾ നിൻ്റെ സാക്ഷിയായി നിന്നില്ലേ? സന്തോഷം. മകനെ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിക്കാൻ പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച്, നിനക്കൊരു വിശ്രമമുണ്ട്, നിത്യവിശ്രമം. മരണം കഴിഞ്ഞൊരു നിത്യവിശ്രമത്തിലേക്ക് പൊയ്ക്കൊള്ളൂ, നിത്യതയിലേക്ക് വിശ്രമത്തിലേക്ക് പൊയ്ക്കൊള്ളൂ. നീ വിശ്രമിച്ച് കാലത്തിൻ്റെ അവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. നിനക്കൊരു ഓഹരി ഞാൻ വെച്ചിട്ടുണ്ട്. ലോകത്തിന് അറിയാൻ പാടില്ല അങ്ങനെ നിനക്കൊരു ഓഹരി ഉണ്ടെന്ന്. ആർക്കും അറിഞ്ഞുകൂടാ. മോനെ, നിനക്ക് ഞാൻ വാഗ്ദാനം തരികയാണ്, നിനക്ക് ഞാൻ ഓഹരി വെച്ചിട്ടുണ്ട്. എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരന്മാരെ, ഈ ഓഹരി പറയിപ്പാൻ നിങ്ങൾ ഇന്ന് ഒരുങ്ങുമോ? യേശുക്രിസ്തുവിൻ്റെ കൈകളിൽ നിന്ന് ഈ ഓഹരി വാങ്ങാൻ നിങ്ങൾ ഒരുങ്ങുമോ? ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വയസ്സിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ഒരുങ്ങി. 17-ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളുടെ പള്ളിയിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തകർന്നു. അസ്ത്രം തറയ്ക്കുന്നത് പോലെ വചനം എൻ്റെ ഹൃദയത്തിൽ തറച്ചു. ഞാനവിടെ ഇരുന്ന് ഏങ്ങലടിച്ചു. അവിടെ ആരും എൻ്റെ കരച്ചിൽ കാണുകയോ കേൾക്കുകയോ ചെയ്യാതിരിക്കാൻ ഞാൻ ആവുന്നിടത്തോളം കരച്ചിലമർത്തിക്കൊണ്ട് ഞാൻ തലതാഴ്ത്തി പിടിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി. അല്പം ശബ്ദത്തിലായോ എന്ന് എനിക്ക് സംശയം. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. 17-ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തെ ഞാൻ സാക്ഷിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ വചനം ഞാൻ പറയുന്നത് കൊണ്ടാണ്. ആരെല്ലാം തടുത്താലും പിന്നെയും ദൈവവചനം പറയുന്നത് കൊണ്ടാണ്. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ദൈവവചനം പറയുന്നത് കൊണ്ടാണ്. ഞാൻ ഈ ജീവിതം യേശുവിന് കൊടുത്തതാണ്, ഈ ശരീരം യേശുവിന് കൊടുത്തതാണ്. ഈ ശരീരത്തിൽ മാലിന്യം പറ്റാൻ പറ്റുകയില്ല. ഈ നാവ് യേശുവിന് കൊടുത്തതാണ്. യേശുവിൻ്റെ വചനം പറയാനുള്ള നാവാണ്, യേശുവിനെ സ്തുതിക്കാനുള്ള നാവാണ്. ഈ കൈകൾ യേശുവിന് കൊടുത്തതാണ്. യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യാനുള്ള കൈകളാണ്, തിന്മ ചെയ്യാനുള്ള കൈകളല്ല. ആർക്കെങ്കിലും സഹായം ചെയ്യാനുള്ള കൈകളാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ചിന്ത, എൻ്റെ ബുദ്ധി യേശുവിന് കൊടുത്തു. വേണ്ടാത്ത ചിന്തകൾ വരാതെ കർത്താവിനെ തടുക്കുന്നു, വേണ്ടാത്ത വികാരങ്ങൾ വരാതെ കർത്താവിനെ സൂക്ഷിക്കുന്നു. എൻ്റെ ആയുസ് ഞാൻ യേശുവിന് കൊടുത്തു. കർത്താവ് അത് സ്നേഹത്തോടെ തൻ്റെ അരുമകരങ്ങൾ നീട്ടി എന്നെ സ്വീകരിച്ചു. കർത്താവ് എൻ്റെ കൈകളിൽ എന്നെ എടുത്തു, തൻ്റെ കൈകളിൽ എന്നെ എടുത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിനെ ലഭിക്കാൻ ആഗ്രഹമുണ്ടോ? യേശുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് യേശുവിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ യേശുവിൻ്റെ അരികത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സ്തോത്രം. യേശുവിൻ്റെ അരികത്തുണ്ട്. എനിക്കറിയാം യേശു എൻ്റെ അരികത്ത് ചേർന്ന് നിൽപ്പുണ്ടെന്ന്. എനിക്കറിയാം യേശു നിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നുണ്ടെന്ന്. എനിക്കറിയാം യേശു നിങ്ങളെ ഓരോരുത്തരെയും തൊടാൻ കരം നീട്ടുന്നുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനം വന്നാൽ യേശു തൃക്കരം നിങ്ങളുടെ തലമേൽ തൊടും. നിങ്ങൾ കർത്താവേ, യേശുവിനോട് നിങ്ങൾ പറയണം, കർത്താവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യൻ. ഇങ്ങനെ നിങ്ങളിന്ന് പറയാൻ പറ്റുമെങ്കിൽ
അങ്ങനെ പറയാനുള്ള ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ തീർച്ചയാണ് ഇപ്പോൾ യേശുവിൻ്റെ കരം നിങ്ങളുടെ തലയിൽ വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇന്ന് യേശുവിനെ വിളിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട് നീ അകത്ത് വരിക. എന്തിനാ പുറത്ത് നിൽക്കുന്നു? യേശുവിനെ നിങ്ങൾ വിളിക്കുക, കർത്താവേ നീ പുറത്ത് നിൽക്കേണ്ടവനല്ല, നീ എൻ്റെ ഉടമസ്ഥനാണ്, നീ എനിക്ക് വേണ്ടി ജീവൻ വെച്ചവനാണ്, എന്നെ നീ വിലയ്ക്ക് വാങ്ങുവാൻ നിൻ്റെ ദിവ്യ ജീവൻ നീ മറുവിലയായി നീ കൊടുത്തതാണ്, എനിക്ക് വേണ്ടി നിൻ്റെ രക്തം ചിന്തിയതാണ്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ആ രക്തം ഒരു തുള്ളി എൻ്റെ തലമേൽ എൻ്റെ നെറ്റിമേൽ പതിയണമേ. കർത്താവേ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് വേറെ ഒന്നും വേണ്ട. യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ മതി. യേശു ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ മതി. കർത്താവെ, ഞാൻ പൂർണ്ണമായും ശുദ്ധീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം എല്ലാം മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവെ, എന്നെ നീ തുടരണമേ. പ്രാർത്ഥിക്കുമോ? നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമോ? ഈ സമയം കളയാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവോട് പറയുമോ, കർത്താവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഒന്ന് തുടരണമേ. കർത്താവേ, ഈ പാവിയായ ഈ മനുഷ്യനെ തുടരണമേ, ഈ നിസ്സാരനായ മനുഷ്യനെ തുടരണമേ. ജീവിതത്തിൽ അനേകം ദിവസങ്ങൾ കർത്താവെ പാഴാക്കി കളഞ്ഞ ഈ ദുഷ്ടഭാവിയുടെ തലമേൽ നിൻ്റെ കരമൊന്ന് വയ്ക്കുമോ? കർത്താവേ, നാഥ, നിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ എന്നെ തൊടുവിക്കുമോ? കർത്താവേ, തിരുരക്തം എന്നെ തൊടുവിക്കുമോ? കർത്താവേ, എന്നോട് മനസ്സിലെയ്യണമേ. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, അതെൻ്റെ ഹൃദയത്തിൻ്റെ തീരുമാനമാണ്. ഇനി മേലിൽ ഒരു നിമിഷം പോലും പാവത്തിന് ഇടം കൊടുക്കുകയില്ല. തന്നുപോയ പാവങ്ങളെല്ലാം നീ ക്ഷമിച്ചു തന്നാൽ മാത്രം മതി. ഇനിമേൽ പാവം എന്നെ തൊടുകയില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചവർ അവരുടെ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? കണ്ണുകൾ തുറക്കേണ്ട ആവശ്യമില്ല, കരങ്ങൾ മാത്രം ഉയർത്തിയാൽ മതി. നിങ്ങളുടെ തീരുമാനം കർത്താവിനെ അറിയിക്കുവാനായി നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവ് നിങ്ങൾ കരത്തിൽ കയറി പിടിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ കർത്താവ് കരത്തിൽ കയറി പിടിക്കും. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ കരം നിങ്ങൾ പിടിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ ശാപങ്ങൾ മാറും, നിങ്ങളുടെ ബന്ധനം കഴിയും, നിങ്ങളുടെ കേടുകൾ മാറും, നിങ്ങളുടെ കെടുതികൾ മാറും, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. യേശു ക്രിസ്തു നിങ്ങളെ പിടിക്കട്ടെ. നിങ്ങൾ ഒരാളെ യേശു പിടിക്കട്ടെ, അങ്ങനെ ഓരോരുത്തരെ യേശു പിടിക്കട്ടെ. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ കരങ്ങൾ വെച്ച് കൊടുക്കുക. മടിക്കേണ്ട, മകളെ മടിക്കേണ്ട, മകനെ സംശയിക്കേണ്ട. യേശുവാണ് നിന്നെ വിളിക്കുന്നത്, സർവ്വവല്ലഭനാണ് നിന്നെ വിളിക്കുന്നത്, യേശു ക്രിസ്തുവാണ് നിന്നെ വിളിക്കുന്നത്. തരുവീൻ നിൻ്റെ ഹൃദയം എന്ന് പറയുന്നു. തരുവീൻ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരുവീൻ, മകനെ നിൻ്റെ ഹൃദയം എനിക്ക് തരുവീൻ എന്ന് യേശു പറയുന്നു. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം വെച്ച് കൊടുക്കുന്ന കരങ്ങൾ ഉയർത്തുവീൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ അവിടെ തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. നിൻ്റെ മക്കൾ ഉയർത്തിയപ്പോൾ ആ കാര്യത്തിലവിടെ പിടിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും കൃപയിൽ കാത്തുകൊള്ളണമേ, നിൻ്റെ കൃപയിൽ ഭരിച്ചുകൊള്ളണമേ, കൃപയിൽ നിയന്ത്രിച്ചു കൊള്ളണമേ, നിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കിക്കൊള്ളണമേ. നാഥാ, നിൻ്റെ രണ്ടാമത്തവരിൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.